ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണെന്നാണ് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്നെഴുതിയ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. മകൻ അബ്ശലോമിനെ ഭയന്ന് ദാവീദ് കൊട്ടാരം വിട്ടോടി. മാത്രമല്ല, അവന്റെ ദുരന്ത മരണം കാണേണ്ടതായും വന്നു. പരിപൂർണരായി ഒരു മാതാപിതാക്കളുമില്ല. മക്കൾ വഴിതെറ്റിപ്പോകണമെന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കാറുമില്ല. അതുകൊണ്ട് കുട്ടികൾ വഴിതെറ്റുമ്പോൾ അവരുടെ മാതാപിതാക്കളെ പരിഹസിക്കരുത്, കുറ്റപ്പെടുത്തരുത്, പഴിക്കരുത്. നമ്മുടെ കുട്ടികളും എങ്ങനെയൊക്കെ ആകുമെന്ന് ആർക്കറിയാം. കുട്ടികൾ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കണം എന്ന ദൈവത്തിന്റെ ഉപദേശം തീർച്ചയായും മാതാപിതാക്കൾ ഗൗരവമായി തന്നെ എടുക്കണം. ഭക്തരും ആത്മീയ ജീവിതത്തിൽ നിഷ്ഠയുള്ളവരുമായ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന കുട്ടിയുടെ വ്യക്തിത്വത്തിലും മനോഭാവത്തിലും മൂല്യബോധം ആലേഖനം ചെയ്യപ്പെടും. അതിന്റെ സ്വാധീനം തീർച്ചയായും ആജീവനാന്തം നിലനിൽക്കും. ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കാത്തത് പ്രായമായ ശേഷം പരിശീലിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമായ പ്രയോജനമുണ്ടാവില്ല. ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ കുട്ടിയെ പരിശീലിപ്പിക്കുന്നതിന്റെ ആദ്യ ഘട്ടം കുട്ടിയെ ദൈവമുമ്പാകെ സമർപ്പിക്കലാണ്. ദൈവമേ, കുഞ്ഞ് അവിടുത്തേതാണ്. നിന്റെ ഇഷ്ടം കുട്ടിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമേ. അതിനായി ആത്മാവിൽ കുഞ്ഞിനെ ബലപ്പെടുത്തണമേ എന്ന് മാതാപിതാക്കൾ ദൈവം മുമ്പാകെ നിരന്തരം പ്രാർത്ഥിക്കണം. എൻ്റെ സ്വന്തം കുട്ടി, എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഞാൻ വളർത്തിയ കുട്ടി തുടങ്ങിയ കുത്തക അവകാശ ചിന്താഗതികൾ ശരിയല്ല. കാരണം ഉടമസ്ഥൻ ദൈവമാണ്. കുട്ടി നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുമ്പോൾ കുട്ടിയുടെ അഭിരുചിയും സർഗപ്രതിഭയും കൂടി മാതാപിതാക്കൾ കണക്കിലെടുക്കണം. ഓരോ കുട്ടിയും ദൈവത്തിന്റെ യുണീക്ക് ക്രിയേഷനാണ്. ഭൗതിക നേട്ടത്തിലും ജോബ് സ്റ്റാറ്റസിലും മാത്രം കണ്ണുവെച്ച് കുട്ടിക്ക് അഭിരുചിയും കഴിവുമില്ലാത്ത മേഖലകളിലേക്ക് മാതാപിതാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ബലപ്രയോഗം നടത്തി തള്ളിവിടുന്നത് ക്രൂരതയാണ്. സാമൂഹ്യ സേവനം, ആത്മീയ ശുശ്രൂഷ, പ്രതിഫലം കുറഞ്ഞ ജോലികൾ തുടങ്ങിയ ജീവിത വഴികൾ കുട്ടികൾ ചിലപ്പോൾ തിരഞ്ഞെടുത്തേക്കാം. അപ്പോൾ അവരെ തടയരുത്, നിരാശപ്പെടുത്തരുത്. ദൈവം അവരിൽ ചാലിച്ചു ചേർത്ത അഭിരുചികൾ അനുസരിച്ച് അവർ വളരട്ടെ. താമര താമരയായും ഡാലിയ ഡാലിയയായും വളരട്ടെ. കുട്ടികൾക്ക് നന്നേ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ മൂല്യപ്രബോധനം കൊടുക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അവയെ നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും
അവയെക്കുറിച്ച് അവരോട് സംസാരിക്കണം. നമ്മുടെ കുട്ടികളെ ആരൊക്കെയാണ് ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്? അവർ എന്തൊക്കെയാണ് പഠിക്കുന്നത്? മാതാപിതാക്കൾ വളരെ ജാഗ്രതയോടെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. മാതാപിതാക്കളും സഭയും പഠിപ്പിക്കേണ്ട ദൈവീക മൂല്യങ്ങൾക്ക് പകരം കുട്ടികളെ ഇന്ന് പഠിപ്പിക്കുന്നത് ടെലിവിഷനും സൈബർ മീഡിയയുമാണ്. ശരിതെറ്റുകൾ, ലൈംഗികത, വിവാഹം, കുടുംബം, ജീവിത ലക്ഷ്യം തുടങ്ങിയവയെപ്പറ്റി കുട്ടി പഠിക്കുന്നത് മീഡിയയിൽ നിന്നാണ്. റോഡിലൂടെ നടക്കുമ്പോൾ അമ്മയുടെ കൈവിട്ട് ഓടിയ കുട്ടിയെ അമ്മ ശാസിച്ചു. അപ്പോൾ ടെലിവിഷൻ കണ്ടീഷൻഡായ മകൻ പറയുന്നത്, സൂപ്പർമാൻ എൻ്റെ കൂടെയുണ്ട്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ്. അവൻ്റെ ദൈവം മീഡിയ പരിചയപ്പെടുത്തിയ സൂപ്പർമാൻ ഹീറോ ആണ്. മക്കളെ ദൈവത്തിൻ്റെ വഴി മീഡിയ പരിശീലിപ്പിക്കുമെന്ന് ഒരിക്കലും മാതാപിതാക്കൾ കരുതുന്നത് ശരിയല്ല. മീഡിയയിൽ നിന്ന് കുട്ടിയെ പൂർണ്ണമായി പിടിച്ചു മാറ്റാൻ നമുക്ക് കഴിയില്ല. കുട്ടി നടക്കേണ്ടുന്ന വഴി ഏതാണെന്ന്, എന്താണെന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് തിരിച്ചറിവ് നൽകണം. ആ വഴിയെ നടക്കുവാൻ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കണം. മെച്ചമായ ജീവിതമാർഗം തേടാൻ കുട്ടികൾക്ക് ഹൈടെക് പരിശീലനം ഇന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് ആരും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നിത്യ സനാതന മൂല്യങ്ങളെപ്പറ്റി അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് അവർ ജീവിതത്തിൽ പലപ്പോഴും ദയനീയമായി പരാജയപ്പെട്ടു പോകാറുണ്ട്. അമേരിക്കയിലെ ടെന്നീസിലെ മെംഫിസ് സിറ്റിയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ചീഫായ വാൾട്ടർ ക്രൂസ് നിരത്തുന്ന കണക്കുകൾ അല്പം ആകാംക്ഷയുണ്ടാക്കുന്നതാണ്. ഓരോ 47 സെക്കൻഡിലും ഒരു കുട്ടി വീതം പീഡിപ്പിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നു. ഓരോ 26 സെക്കൻഡിലും ഓരോ കുട്ടി വീതം വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു. ഓരോ 7 മിനിറ്റിലും ഓരോ കുട്ടി വീതം തോക്കുകൊണ്ട് കൊല്ലപ്പെടുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ഓരോ 53 മിനിറ്റിലും ദാരിദ്ര്യം മൂലം ഒരു കുട്ടി വീതം മരിക്കുന്നു. വീടില്ലാത്ത 1,00,000 കുട്ടികളോളമുണ്ട്. 1,35,000 കുട്ടികൾ തോക്കുമായി സ്കൂളുകളിൽ എത്തുന്നുണ്ടത്രേ. ഓരോ ദിവസവും 6 ടീനേജേഴ്സ് വീതം ആത്മഹത്യ ചെയ്യുന്നു. ഓരോ ദിവസവും 3 ലക്ഷത്തോളം കുട്ടികൾ കുടുംബത്തിലെ പ്രതിസന്ധികൾക്ക് സാക്ഷികളാകുന്നുണ്ട്. അത് അവരിൽ വൈകാരിക പ്രതിസന്ധികളും ആത്മസംഘർഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. തകർന്ന കുടുംബങ്ങൾ കുട്ടികളുടെ ആത്മീയ പരിശീലനത്തിനുള്ള മാതാപിതാക്കളുടെ വിമുഖത, സാമൂഹ്യ ബന്ധങ്ങളിൽ വന്ന തകർച്ച, മീഡിയ കാണിച്ചുകൊടുത്ത വഴിതെറ്റിയ വഴികൾ എന്നിവയൊക്കെയാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണമായി വാട്ടർ ക്രൂസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അതിശയോക്തിപരമായ പ്രസ്താവനയായിരിക്കാൻ സാധ്യതയില്ല. കാരണം വളരെ റെസ്പോൺസിബിളായ ഒരു പൊസിഷനിലിരിക്കുന്ന മാന്യ വ്യക്തിയാണ് ഇത് പറയുന്നത്. അമേരിക്കയിൽ മാത്രമല്ല, ലോകവ്യാപകമായി വളർന്നുവരുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെ. കുട്ടികൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കാനും
അവർക്ക് മാതൃകയാകാനും മാതാപിതാക്കളും സഭയും പരിശ്രമിക്കുക മാത്രമാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. കുട്ടികളെ അച്ചടക്കവും അനുസരണവും ചിട്ടയും പരിശീലിപ്പിക്കണം. അത് ഏത് സംസ്കാരത്തിലായാലും മാതാപിതാക്കളുടെ ചുമതലയാണ്. സ്നേഹത്തിൽ തിരുത്തണം. നടക്കേണ്ടുന്ന വഴി ഏതാണെന്ന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊടുക്കണം. വഴിതെറ്റുമ്പോൾ നേർവഴിക്ക് തിരിച്ച് വിടണം. താനെ മുളയ്ക്കുന്നത് പുല്ലും കാട്ടുചെടികളുമായിരിക്കും. നിരന്തര പരിശ്രമങ്ങളിലൂടെ മാത്രമേ പൂന്തോട്ടവും കൃഷിത്തോട്ടങ്ങളുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. കുട്ടികളിലെ സ്വാഭാവികമായ ജഡത്തിന്റെ പ്രവണതകൾ സ്വാർത്ഥതയും അനുസരണക്കേടും ധിക്കാരവും അഹങ്കാരവുമൊക്കെയാണ്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനി വൃക്ഷങ്ങളായി വളരാൻ മാതാപിതാക്കളുടെ ഒത്തുചേർന്നുള്ള നിരന്തര അധ്വാനവും ക്ഷമാപൂർവമായ തിരുത്തലും പ്രോത്സാഹനങ്ങളുമൊക്കെ വളരെ അത്യാവശ്യമാണ്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നൽകുന്ന ഈ ദിശാബോധവും മാതാപിതാക്കളിൽ നിന്ന് പകർത്തുന്ന ക്രിസ്തീയ മാതൃകയും ജീവിതാവസാനം വരെ സ്വഭാവത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇടയ്ക്ക് കുട്ടികൾ വഴിമാറിപ്പോയേക്കാം. പക്ഷേ മാതാപിതാക്കൾ അവരുടെ മനസ്സാക്ഷിയിൽ സ്ഥാപിച്ച സ്പിരിച്വൽ നാവിഗേഷൻ സിസ്റ്റം അവരെ തീർച്ചയായും ഒടുവിലെങ്കിലും നേർവഴിക്ക് കൊണ്ടുവരും. ദൈവമേ, മക്കൾ നടക്കേണ്ടുന്ന ജീവന്റെയും തിരുവചനത്തിന്റെയും വഴിയിലൂടെ അവരെ നടത്തുവാനും അവർക്ക് മുമ്പേ വഴിതെറ്റാതെ നടക്കുവാനുമുള്ള ജീവിത വിശുദ്ധിയും കൃപാവരങ്ങളും നൽകി മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.